ഇന്ന് കാലത്ത് മേപ്പാടി പഞ്ചായത്തിൽ ഷാജിയുടെ ഭാര്യ ജസിയുടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത് ഏറെ വേദനയും ദുഃഖവും ഭയവും ഉളവാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. വ്യക്തിപരമായി അറിയുന്ന കുടുംബമാണ് ഷാജിയുടേത്. ഷാജി വർക്ക് ചെയ്യുന്നത് മേപ്പാടി വിംസ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായാണ്. ജീവിതവൃത്തിക്ക് വേണ്ടി രാവിലെ പോകുമ്പോഴാണ്, ഭാര്യയോടൊപ്പം പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും മറ്റുള്ളവരുമായും പഞ്ചായത്തിലെ അധികൃതരുമായും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബത്തേരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാനുള്ള നടപടി ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുക കൈമാറാനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. പിന്നെ 10,000 രൂപ മരണാനന്തര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാജി നേരത്തെ കാർഡിയാക് സർജറി ഉൾപ്പെടെ വിധേയനായിട്ടുള്ള ഒരാളാണ്. കഷ്ടപ്പാടും പ്രയാസവുമായി കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി വേണം എന്നുള്ള ഒരാവശ്യം ഉയർന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ പരിഗണിക്കും. ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി ആ കാര്യം സംസാരിച്ചു. മുഖ്യമന്ത്രിയോടും അത് സംസാരിക്കുന്നുണ്ട്. അത് ഏത് തലത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കും. താൽക്കാലികമായിട്ടുള്ള ജോലി ഉടൻ നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ആദ്യം കടക്കും. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന 30-ാം തീയതി കൽപ്പറ്റ കലക്ട്രേറ്റിൽ ഉന്നതതല വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വനം മന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം, ഞാൻ അദ്ദേഹവുമായി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അതിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടും DFOയോടും മറ്റുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആന, ഈ ആനയെ നിയന്ത്രണത്തിൽ വരുത്താനും പിടിക്കാനുമുള്ള അടിയന്തരമായിട്ടുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. കുങ്കിയാനകളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആനയെ പിടിക്കാൻ എല്ലാ സംവിധാനവും ഒരുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രയാസവും വേദനയും തീർത്താൽ തീരാത്തതാണ്. ഞാൻ ഷാജിയുമായി, ആശുപത്രിയിൽ കിടക്കുന്ന ഷാജിയുമായി സംസാരിച്ചിരുന്നു. ആശുപത്രിയിലെ ഷാജിയുടെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രദേശത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കും. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. വ്യക്തിപരമായിട്ട് അതിൽ ആദിവാസി ഗോത്ര വിഭാഗമാണെങ്കിൽ സമ്പൂർണ്ണമായി ഗവൺമെൻറ് വഹിക്കും. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായി ഡിമാൻഡ് ചെയ്യുന്നത് വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റാൽ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിനുള്ളതായിരിക്കുന്ന തീരുമാനം ഇതുവരെ എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് തുടങ്ങുകയാണല്ലോ, ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ, ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാനുള്ള നടപടികൾ തുടർച്ചയായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള നടപടികളുണ്ട്. വനമന്ത്രിയുമായിട്ട് ഞാൻ സീരീസ് ഓഫ് ഡിസ്കഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 3 തവണ വനമന്ത്രിയെ സംസാരിച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവിടേക്ക് വരികയാണ്. പിന്നെ DFOയുമായി സംസാരിച്ചു, പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചു, ഷാജിയുമായി സംസാരിച്ചിട്ടുണ്ട്. അത് സിസ്റ്റം ഉണ്ടാക്കാനുള്ള നടപടിയെടുക്കും. ഞാനിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈവറ്റ് ബില്ല് ലോഞ്ച് ചെയ്ത ആളാണ്. വളരെ സീരിയസ് ആണ്. ഞാൻ നേരത്തെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ക്ഷീര കർഷകൻ പശുവിനെ മേയ്ക്കാൻ പോകുമ്പോഴാണ് ക്രൂരമായ കാട്ടാന ആക്രമണത്തിന് വിധേയൻ. അദ്ദേഹത്തിൻ്റെ റിബ്സ് തകർന്നു, അദ്ദേഹത്തിൻ്റെ മൂത്രസഞ്ചി തകർന്നു, മൂത്രനാളി തകർന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് നേരെ കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ളതായിരിക്കുന്ന പണം കിട്ടിയില്ല. നിരന്തരമായ ആവശ്യമായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും വന്യമൃഗ ആക്രമണത്തിന് വിധേയരാകുന്ന എല്ലാവരുടെയും ചികിത്സ
സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള നടപടി സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് നിർവഹിക്കും. ഈ കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗ ആക്രമണം ചെറുക്കുന്നതിനുള്ള ഒരു പദ്ധതി മര്യാദയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ അതേക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ വന്യമൃഗ കോൺഫ്ലിക്റ്റിൽ ഇതിൽ ഒരു കാര്യം, മനുഷ്യ വന്യമൃഗ സംഘർഷം എന്ന് പറയുന്നതിലുള്ള ഒരു അനൗചിത്യമുണ്ട്. പല കേസുകൾക്കും, സീരിയസ് കേസുകളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഏകപക്ഷീയമായിട്ടുള്ള വന്യമൃഗ ആക്രമണം. മനുഷ്യവാസ ഏരിയയിലേക്കും റോഡുകളിലേക്കും ഒക്കെ കടന്നു വന്നിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. അപ്പോൾ ഫെൻസിങ് മാത്രം മതിയാവില്ല, മറ്റു ചില മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. ആ സ്വീകരിക്കാനുള്ള മാർഗത്തെ സംബന്ധിച്ചുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കം 30-ാം തീയതി